വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും ബാക്കിയുള്ള ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, കുടിക്കാനുള്ള വെള്ളം കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കുന്ന ടൈം കൊണ്ട് നമ്മൾ അരി നന്നായിട്ട് കേകി എടുക്കുന്നുണ്ട്. റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നല്ല പോലെ കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ കേൾക്കണം, ഇല്ലെങ്കിൽ ഒരു വൈവൈപ്പും അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നലത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്നിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്, ശരിയായിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരും കേരളത്തിലുള്ളവരും എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതേപോലെ നിങ്ങളുടെ ഓരോ എന്താ പറയുക വാക്കുകളാണ് കേട്ടോ എനിക്ക് മുന്നോട്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നത്. അങ്ങനെ ഇതാ ഞാൻ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ പേപ്പർ വിരിച്ചാണല്ലോ വെക്കാറുള്ളത്. അപ്പോൾ ആ പേപ്പറൊക്കെ ഞാനിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറിച്ചതല്ല, കുറേശ്ശെ ആയിട്ട് പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മൊത്തം എടുത്തൊഴിവാക്കി കേട്ടോ. ഇനി നല്ല പേപ്പറൊക്കെ വിരിച്ച് ഒട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പത്രം കിട്ടിയിട്ടില്ല, പത്രം കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ്. ഞാൻ കറിവേപ്പില എങ്ങനെയാണ് സൂക്ഷിക്കാറുള്ളതെന്ന് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് കറിവേപ്പില നന്നായിട്ട് കേകിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന സമയത്ത്, കറിയിലേക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ട് കേകി എടുക്കാറാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രാണികളോ പുയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിലിട്ടിട്ട് നല്ലതായിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് അതേപോലെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ പല മെത്തേഡിലായിട്ട് നമുക്ക് കറിവേപ്പില സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഇത് മാതളി നാരങ്ങയാണ് കേട്ടോ. ഇത് എടുത്ത് വെച്ചപ്പം ആർക്കും എന്താ വേണ്ടാതെ അവിടെ കടുക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ല പോലെ തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടേ. കാരണം ഇതിൻ്റെ ഒരു കയ്പ്പും ഒരു പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ മോൾക്ക് ഞാൻ എരിവില്ലാത്തത് കൊടുത്തു. പക്ഷേ ഇന്നലെയൊക്കെ ഞാൻ കൊടുത്ത സമയത്ത് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറേ ദിവസമായിട്ടോ ഫ്രിഡ്ജിൽ കളിച്ച് ഇങ്ങനെ നടക്കുന്ന, ആരും എടുക്കാതെ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആക്കിയെന്നുള്ളൂ. പിന്നെ ഇതാ ഞാൻ ചോറൊക്കെ വെന്തപ്പം അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് ചീര താളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുവന്ന ചീരയാണ് കേട്ടോ. ഇതൊക്കെ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല സംഭവമാണ്. അങ്ങനെ ഈ ചീരയൊക്കെ നല്ല വൃത്തിയുണ്ടോ, അല്ലെങ്കിൽ പുയൊക്കെ തിന്നതൊക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നല്ലത് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തോനെ പൊട്ടിച്ചെടുത്ത് പോകുന്നതാണ്. കറിവേപ്പില ഞാൻ ഇന്ന് ഒടിച്ച സമയത്ത് ചീരയും കൂടി ഒടിച്ചു കേട്ടോ. കാരണം താളിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കറിക്ക്. അപ്പോൾ ഇതാ നല്ലപോലെ എടുത്തിട്ട് മൊത്തം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് 2-3 പ്രാവശ്യം കേകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതാണ് ഇപ്പോൾ ഊറ്റിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് തളിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക് കേട്ടോ, അതും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അങ്ങനെ ഇതാ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഇട്ടു. വെളിച്ചെണ്ണ ചൂടായപ്പം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, നമ്മളെ കാന്താരി മുളക് ഇതെല്ലാം കൂടി ഒന്ന് ഒരു ബ്രൗൺ കളറാവണ വരെ ഒന്ന് എന്താ പറയുക തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഞാൻ ഇളക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പം നല്ല പോലെ ബ്രൗൺ കളറായപ്പോൾ നേരെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇല കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും കേട്ടോ. കാരണം ആ ഒരു റോസ് കളറ്, കാരണം ഈ ഒരു ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പൊതുവേ നാട്ടിൻപുറത്തുള്ളവർ കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ബ്ലഡ് ഉണ്ടാവാനും അങ്ങനെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്.
അങ്ങനെ ഇതാ അതൊക്കെ കട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം നല്ലപോലെ കച്ചറ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മോളെ വെച്ച് പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ അവളും കുറച്ചൊന്ന് കച്ചറ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ കറി അവിടുന്ന് കുക്കാവുന്ന ഇടയിൽ ഞാൻ വേഗം വന്നിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം നല്ലപോലെ കച്ചറ ആയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി ഒന്ന് നിലത്തേക്ക് തന്നെ ബാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ എന്താ ഞാൻ കൗണ്ടർ ടോപ്പ് ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ട് തുടച്ചെടുത്തു കേട്ടോ. എന്നാൽ തന്നെ ഒരു വൃത്തിയായിട്ട് തോന്നും. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു സിങ്കിൽ, അതും കൂടി ഒന്ന് കഴുകി എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രം കഴുകലും അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ പണി തീരും കേട്ടോ. പിന്നെ ഇന്നത്തെ ലഞ്ചിനായിട്ട് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. ചോറും ചീരൻ്റെ താളിപ്പും ആയാൽ തന്നെ നല്ല എന്താ പറയുക, കുറേ ചോറ് തിന്നാൻ തോന്നും കേട്ടോ. പിന്നെ എനിക്ക് നാരങ്ങാച്ചാറും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വേഗം സിങ്കിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഇടയിലൊക്കെ കുറച്ചൊരു കച്ചറ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീനാക്കി. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു കമ്പി ഉപയോഗിച്ചിട്ടല്ല കേട്ടോ നമ്മളിവിടെ ക്ലീനാക്കുന്ന ഒരു കമ്പി ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഇതാ മൊത്തത്തിൽ നമ്മളൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കറി വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ചീൻചട്ടി ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അങ്ങനെ കറി ഒക്കെ റെഡി ആയതിന് ശേഷം ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ നന്നായിട്ട് കറി ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്തുള്ള ഏകദേശം പണി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ചൂടുവെള്ളം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ ഒരു തൂക്കിൽ ചൂടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് ആ ഒരു അടുപ്പിൻ്റെ മീതനയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല പോലെ തുടച്ചെടുക്കുക. മീതന പറഞ്ഞാൽ അടുപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു ഏരിയക്കാണ് കേട്ടോ മീതന എന്ന് പറയാം. അങ്ങനെ ഇതാ മൊത്തത്തിൽ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അത്യാവശ്യം 2-3 പ്രാവശ്യം അങ്ങോട്ട് തുടച്ചെടുത്തപ്പോൾ നല്ലൊരു വൃത്തിയായിട്ടോ. ഇനി വന്നിട്ട് വേഗം ഇതാ അടുക്കളേൻ്റെ കോലാണ് കേട്ടോ. അടുക്കളേൻ്റെ നിലമാണ് അത്യാവശ്യം നല്ലപോലെ കച്ചറായിട്ടുണ്ട്. ഇവിടെ ശരിക്കും കാവിയാണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ചളിയൊക്കെ പിടിച്ചിട്ടുള്ളത് തോന്നും, പക്ഷെ കാവിയാണ്. ഇത് അടിച്ചാരി തുടച്ച് കഴിഞ്ഞ് കുറേ കാലങ്ങളായല്ലോ, അതുകൊണ്ട് തന്നെ കാവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊന്ന് അടിച്ചാരി അതൊക്കെ പൊറുക്കി കൂട്ടി കഴിഞ്ഞപ്പോഴേക്കും ഇതാ തുടക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരു 2-3 പ്രാവശ്യം തുടക്കട്ടെ. ഇവിടെ ഞാൻ ആഴ്ചയിൽ അത്യാവശ്യം നല്ല പോലെ വെള്ളം ഒഴിച്ചിക്കാണ്ട് ചൂലെടുത്തിട്ട് അടിച്ചാരി എടുക്കലാണ് കേട്ടോ. കാരണം ഈ ഒരു അടുക്കളയിൽ അത്യാവശ്യം നല്ല പോലെ കച്ചറാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 4-5 പ്രാവശ്യം തുടച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല പോലെ തന്നെ നീറ്റായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ അടുപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഒരു വൃത്തികേട് തോന്നുന്നുണ്ടാവും അല്ലേ, അതൊക്കെ റെഡിയാക്കണം. സത്യം പറയാലോ, ഇത്രത്തോളം പണി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.